ഹലോ ഗായ്സ്, വരൂ നമുക്ക് അല്പം കുത്തിത്തിരിപ്പ് വർത്തമാനം പറയാം. ഒരാൾ ഡ്രസ്സ് ഇടുന്നത് അയാളുടെ ഇഷ്ടമല്ലേ? അയാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഉടുപ്പിടാം, അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പിടാം. പിന്നെന്തിനാണ് ഒരു കൊച്ചിങ്ങനെ ഉടുപ്പില്ലാതെ നിൽക്കണോണ്ടപ്പോൾ ഓരോന്നൊക്കെ പറയുന്നത്? വേറൊരുത്തിയാണെങ്കിൽ ഏതാ ഉദ്ഘാടനത്തിൽ പോയപ്പോഴത്തേക്ക് ഫ്രണ്ട് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ പിടിച്ചിങ്ങനെയൊക്കെ ഇട്ട് അവൾക്ക് ഇച്ചിരി മുടിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനെങ്ങാനാണ് ഉടുപ്പിട്ടെങ്കിൽ ഞാൻ എങ്ങനെ അത് മറയ്ക്കും എന്നുള്ളതാണ്. ഷാളിടാൻ മറന്നുപോയി കൊച്ച്, അതുകൊണ്ടാണ്. എടി സുധിയുടെ പെണ്ണുമ്പിള്ളയുടെ കേസാണ്. അത് ഞാൻ പിന്നെ പറയുന്നില്ല പോട്ട്. അതിപ്പോൾ എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാന്ന് പറഞ്ഞോട് നടക്കുന്നതാണ്. അല്ലെ, ഈ പെൺകൊച്ചിന് നിന്റെ സോക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല. ക്യാപ്ഷൻ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. പല സൈസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്തുവാ ബേബി മൂണ എന്ന് വെച്ചാൽ ബേബി ചന്ദ്രനിൽ പോയെന്നല്ലേ? അത് ചന്ദ്രൻ ബേബിയിൽ വന്നെന്നാണോ? എന്താ കൊച്ചു ഉദ്ദേശിച്ചേ? വയർ ചന്ദ്രനെ പോലെ ഇരിക്കുന്നു എന്നാണോ ഉദ്ദേശിച്ചേ? എന്തായിരിക്കും ഇനി? ഹണിമൂൺ എന്ന് പറയുമ്പോഴത്തെ മധുവിധുവാണ്, മധുവിധു. അപ്പോൾ ബേബി മൂൺ എന്ന് പറയുമ്പോൾ ബേബിയെ വെച്ചിട്ടുള്ള ഹണിമൂൺ, അതാണ് ഉദ്ദേശിച്ചത്. എന്തൊരു കോഴമാ! എന്ത് സുന ആയിരുന്നാലും വല്ലാത്ത ജാതി ആയിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ആരും ഇതിനെ എടുത്തു വെച്ച് അങ്ങോട്ടൊന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല. എന്താണെന്നറിയാമോ? ഡ്രസ്സിനെയൊക്കെ എടുത്തു വെച്ച് പറയേണ്ട കാര്യമുണ്ട്. ഏതാണ്ട് ഒരു യൂട്യൂബർ എടുത്തു വെച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അവന് കുശുമ്പാണ്. ഓൻ്റെ പെണ്ണുമ്പിളെ ഇതുപോലെ എങ്ങനെ നടക്കാൻ പറ്റുമോ? നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇടൂലേ? അത് പറ്റാത്തതിൻ്റെ കുശുമ്പ് കൊണ്ട് പറയണത്. കൊച്ചിത്തിരി കൂടെ ഊരിയിട്ടൊക്കെ നെല്ലടി പോലെ നല്ല രസമുണ്ട്. ആകെ മൊത്തത്തിൽ കുളിഞ്ഞാൽ ആകെ മൊത്തം നനഞ്ഞാൽ പിന്നെ ഒരു കുളിരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അമ്മാതിരി ഒരു ചെയ്ത്താണ്. പിന്നെ വീട്ടുകാരെ കുറ്റം പറയുന്നത് കണ്ട് ആ യൂട്യൂബർ പറഞ്ഞാണ്. എൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ വെക്കാം, ഒന്ന് കേൾക്കാം. എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് പ്രശ്നം. നമ്മളായിട്ട് ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരനെ സംബന്ധിച്ച് ഇപ്പം വീട്ടില് ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ലേ, വസ്ത്രധാരണം ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. ഒരു സ്ത്രീ അങ്ങനെ വസ്ത്രം ഇടാതെ നടന്നു പോവാൻ അവർക്ക് മൗലിക അവകാശത്തിൽ അത് പറയുന്നില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനാണ് നേട്ടാ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. അത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് പ്രശ്നം. റോങ് ചെറുക്കൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അവൻ കുറ്റപ്പെടുത്തുകയാണ്. ഞാനതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്നുള്ളൂ. അത് മുഴുക്കെ എന്തുവാ? അച്ഛൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്? മക്കളോട് നല്ല മാതിരി തുണി ഇടണം, ഒതുങ്ങി അടങ്ങി എന്തെങ്കിലും ജീവിക്കണമെന്നൊക്കെ ഒരു അച്ഛൻ പറഞ്ഞ കണക്കൊക്കെ ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അച്ഛന് അത്യാവശ്യം ഫണ്ടില്ലാത്തൊരു സാഹചര്യമ്പോൾ മക്കൾ അങ്ങനെയൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ മക്കളുടെ ഫണ്ടിൽ ജീവിക്കുന്ന ഒരു അച്ഛനിക്ക് എങ്ങനെയാണ് മക്കളെ വിലക്കാൻ പറ്റുക? അതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ? ഈ സംഖ്യകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ പറയണത് കഴിയുമ്പോൾ പറയണത്, അതാണ് കുഴപ്പം. അയാൾ അപ്പോഴങ്ങനെ പറഞ്ഞിച്ച് കഴിയുമ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. മക്കളാണ് എൻ്റെ സ്വത്ത്, മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും കാശുണ്ടാക്കാന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറൊന്നുമല്ല. ഗർഭിണിയായി, മാർക്കറ്റ് ഇടിഞ്ഞു, മൊത്തത്തിൽ ഇടിച്ചൽ എങ്ങനെയും ഇച്ചിരി മാർക്കറ്റ് ഒന്ന് റേസ് ചെയ്യണം. അതായത് വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് വരുന്നത് കുറയും. ആ ഫണ്ട് ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ മറ്റേയാളും കൂടെ വന്ന് ചേർന്നിട്ടുണ്ടാവുക. അല്ല, ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളവരൊന്നും അങ്ങനത്തെ ഒരു പരിപാടിക്കും പോകത്തില്ല. അത്യാവശ്യം അവരവരുടെ ഐഡിയാസൊക്കെ പറയുന്നതിലൊന്നും തർക്കമില്ല. ബട്ട് ഇത് കുറച്ച് ഓവർ. അറ്റൻഷൻ സീക്കിങ്ങിലൂടെ മാത്രം നല്ല ഏതെങ്കിലും പ്രശസ്ത ഹോസ്പിറ്റലിൽ പ്രസവിക്കാനുള്ള ചെലവ് കണ്ടെത്തുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നുന്നു. അനാവശ്യമായ മാമാങ്കങ്ങൾ കാണിച്ചുകൊണ്ട് ഇത് മാതൃകയാണെന്ന് വെച്ചാൽ അവളെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മാതൃകയാണെന്ന്. അപ്പം പിന്നെ നിങ്ങൾ മാതൃകയാക്കേണ്ട കാര്യം എന്തോ? ആകെ മൊത്തത്തിൽ ഒരു മേഘം അല്ലേ? ചുരുക്കം ഇത്രയേ ഉള്ളൂ. നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. പണ്ടത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ
കിട്ടുക എന്ന് പറയണ വലിയ കാര്യം. ആരെങ്കിലും ഒരാളുടെ ബന്ധുക്കളുടെ ആരുടെങ്കിലും വിവാഹം വന്നാൽ കുറച്ച് ഓക്കെ എൻജോയ് ചെയ്യാം. പിന്നെ സാധാരണ വരുന്ന സ്കൂൾ ലീവുകളാണ്. ക്രിസ്മസ്, ഓണം, പെരുന്നാളിന് ഒരു ദിവസമേ കിട്ടുള്ളൂ. ബാക്കി അങ്ങനെയൊക്കെ ഉള്ള കുറേ ലീവുകൾ മാത്രമാണ് നമ്മളുടെയൊക്കെ ഒരു സന്തോഷവും സുഖമൊക്കെ ആയിരുന്നു. ഇപ്പം എങ്ങനെയെല്ലാം അവധികൾ ഉണ്ടാക്കാം, എങ്ങനെയെല്ലാം എൻജോയ് ചെയ്യാം എന്ന ഒരു ലെവലിലേക്ക് പുരോഗമനം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ആൻറ്റി വൈബ്, അമ്മച്ചി വൈബ് ഉള്ളവരിടുന്നിട്ട് ഏങ്ങി വലിക്കും. കാരണം ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഇച്ചിരി മണി വലിയ രീതിയിലൊക്കെ ഞങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാവും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ. പിന്നെ ഇംഗ്ലീഷുകാരികൾ കുറേ എണ്ണം ഇപ്പോൾ വരും. അയ്യോ UK കാരികളാണ്. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങളുടെ അത്രയൊന്നും ഡെവലപ്മെൻറ്റ്സ് ഞങ്ങളുടെ കേരളത്തിൽ വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് പഴയ ആൾക്കാരാണ്. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കുരുകുരുപ്പുണ്ടല്ലോ, അത് നമ്മളൊന്ന് പറഞ്ഞെങ്കിലും തീർക്കാൻ അനുവദിക്കണം. ഇംഗ്ലീഷിൽ ഉപദേശം ഇവിടെ എടുക്കണില്ല. ഞാൻ ഇംഗ്ലീഷിലല്ല, നാവായിക്കുളം പള്ളിക്കൂടത്തിലെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ കഴിയണം. പ്ലീസ് മനസ്സിലാക്കും. ഇത് കുത്തിക്കഴപ്പെന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് അത് വേണ്ട, ഗർഭിണിയല്ലേ, അത് ശരിയാവത്തില്ല. എന്നാലും ഒന്നും പറയാനില്ല. ഒരു 5 പൈസയ്ക്ക് അടങ്ങണം കുട്ടി, ഒരു 5 പൈസയ്ക്ക് അടങ്ങണം. തെല്ലും ലേച്ഛതയും മ്ലാനതയും ഇല്ലാതെ എന്താണ് ഈ കാണിക്കുന്നത്? മോശമല്ലേ? പണ്ട് കാലത്ത് മനുഷ്യന്മാർ മരിച്ചു വീണു ഉടുപ്പിടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ പെമ്പിള്ളേർ ഇത് വലിച്ചു കീറി ദൂരെ എറിഞ്ഞിട്ട് ഇതാണ് നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒന്നും പറയാനില്ല. ലൊട്ടകൾ എങ്ങനെ വേണോ ജീവിക്കട്ടെ, ഏത് രീതിയിലോ നടന്നോട്ടെ, ഒന്നുമില്ല. മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരോണ്ടും വരരുത്. അവളുടെ സ്വാതന്ത്ര്യം, അവൾക്ക് ഇഷ്ടമുള്ളവണൊക്കെ ജീവിക്കാൻ നിങ്ങളാരാ ചോദിക്കാൻ? നിങ്ങൾക്ക് എന്ത് അധികാരം? നിങ്ങൾ ആര് എന്ന് പറഞ്ഞിട്ടൊന്ന് വരും. ഞാനും ഒരു പാവ സ്ത്രീയാണ് കേട്ടോ, എന്നെ വെറുതെ വിട്ടേക്കണം. ഞാൻ പറഞ്ഞില്ല ആദ്യമേ തന്നെ, കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇച്ചിരി പുലെല്ലോളം അസൂയ വർത്താനം കൊണ്ടാണ് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് പറയാണ്ടിരിക്കുമ്പോൾ ഒരു തിക്ക് വിട്ടലാണ്. അതുകൊണ്ടാണ് പിടിച്ചൊക്കെ നിൽക്കാൻ പറ അതിൻ്റെ അടുത്ത്. കാലം കാണാൻ വഴുതി അങ്ങോട്ട് വീഴും. പിന്നെ ഇതൊന്നും അല്ല, വേറെയൊക്കെ നടത്തേണ്ടി വരും. അല്ലാത്ത സീനാണ്. ഇതിന് മുമ്പ് TT ഫാമിലി എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു. എല്ലാവരും എടുത്തു വെച്ച് പറയാം. എനിക്കൊന്നും പറയാൻ കൂടെ തോന്നിയിട്ടില്ല. അവൻ്റെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാണിക്കുന്ന പേക്കൂത്ത് അത് വേറെ. ഒന്നും പറയാനില്ല. ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറയുന്നവർക്ക് അത്യാവശ്യം വ്യൂ ഉണ്ട്, നല്ല വ്യൂ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കാണുന്ന നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ തൊള്ള കീറി പറഞ്ഞ് പഠിച്ച് ഒക്കെ പറഞ്ഞാൽ വല്ലത് മുഖ്യ മൂളിയിൽ ഒരു 10K പോയാൽ പോയി എന്നതിനപ്പുറം ഒന്നുമില്ല. അതേസമയം ഇവർക്കൊക്കെ ഇടുന്നതിന് മുമ്പ് 8 മിനിറ്റിൽ 50K കടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെ. എന്നാലും ആക്രാന്തം അടങ്ങാതെ ഇമാതിരിയൊക്കെ ചെയ്യുമ്പോൾ വെളിയിലാകും എന്നുള്ളതാണ് സംഗതി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് അവരവരുടെ ഉള്ളിലിരിപ്പ് വെളിയിലാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയൊക്കെ ശുഭം. എന്തായാലും കൊച്ചിന് നല്ലത് വരട്ടെ, നന്നായിരിക്കട്ടെ, പ്രസവമൊക്കെ സുഖമാകട്ടെ, എല്ലാം സൂപ്പർ ആകട്ടെ. ഇച്ചിരി ഉടുപ്പും കൂടെയൊക്കെ ഇട്ടെങ്കിൽ കൊള്ളാം. തണുപ്പടിച്ച് വല്ല അസുഖവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഉപദേശിക്കുന്നതാണ്. ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ തലയിൽ കയറരുത്. ഉപദേശിക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ ഈ പ്രായം ചെന്നവരങ്ങനെയാണ്. കൊച്ചുങ്ങളൊക്കെ ഓരോ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തരും. ഇനി കൊച്ചിതിൻ്റെ പേര് എന്നെ കൊണ്ട് കേസൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് റിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. ഞാനൊന്നും കണ്ടില്ല, അത് പൊട്ട്. അപ്പം ശരി, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.